ഹായ് ഗേയ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഷോർട്സിനകത്ത് ഇവനെപ്പോലെ തന്നെ വേറൊരുത്തനും ഉണ്ടായിരുന്നു. അപ്പം അവനെ പട്ടി കടിച്ച് അങ്ങനെ മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പം ഇയാൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇയാൾ ഇപ്പം സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് കിങ്ങിണിക്ക് വലിയൊരു ബാധ്യതയാണ്. കാര്യം കിങ്ങിണി നിൽക്കുന്നിടത്തും ഇരിക്കുന്നിടത്തും എല്ലാം ഇയാൾ ഇവിടെ കാണും. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഈ കമ്പിട്ട് ഇയാളെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കാലിലും കയ്യിലും എല്ലാം ഇയാൾ ഇങ്ങനെ കിടന്ന് ഇയാൾ ഭയങ്കര നിരക്കവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇവള് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കമ്പെടുത്തിട്ടിട്ട് ഇവനെ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കും. അപ്പോൾ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിയിട്ട് ഇവൻ കുഴയുമ്പം പോയി ഞങ്ങളുടെ ചവിട്ടിക്കകത്തൊരു കിടത്തയുണ്ട്. ആ കിടത്തയാണ് നിങ്ങൾ നേരത്തെ കണ്ടത്, വേണ്ട. അപ്പോൾ അവൻ കുഴഞ്ഞ് അപ്പോൾ കേസ് ഇതിന് മുമ്പൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയയിൽ ഒരുപാട് പൂച്ചകൾ ഇതേണക്ക് പട്ടി കടിച്ച് മരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാ പൂച്ചകളും എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാലും നമ്മുടെ വീട്ടിൽ വരുന്ന ഈ പൂച്ചകളെയൊക്കെ അത് ഏകദേശം ഞാനൊരു 3-4-5 പൂച്ചകളെങ്കിലും ഞാൻ ഇപ്പം മരിച്ച് ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട്. കാര്യം നമുക്ക് അത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ വന്ന് ഇവർ കുറേ നാൾ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് നമ്മളുമായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യും. പിന്നെ ഇവരിൽ ഒരാൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് വലിയ വിഷമം. കാര്യം രാവിലെ നമ്മൾ കഥ തുറന്ന് നോക്കുമ്പം നമ്മുടെ ഈ മുറ്റത്ത് തന്നെ ആയിരിക്കും. കാര്യം പട്ടി കടിച്ച് പറിച്ചിട്ടിട്ട് പോത്തേ ഉള്ളൂ, കൊണ്ടുപോയി അടിക്കുകയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇവർ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ താഴെ കുറച്ച് ഇടമുണ്ട്. അപ്പോൾ അതിനകത്താണ് കിടന്നുറങ്ങി എല്ലാം ചെയ്യുന്നത്. അപ്പം ഇവൻ്റെ ഒരു കൂടുള്ള സഹോദരൻ്റെ തന്നെ വീഡിയോ, ഇവർ രണ്ടുപേരുടെ വീഡിയോ നമ്മൾ യൂട്യൂബിനകത്ത് ഷോർട്ട്സായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഒരുപാട് വ്യൂസൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് പറയാം ഇവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. നമുക്ക് ഇവനെ ഇനി എത്ര ആൾ കിട്ടുമെന്ന് നമുക്കറിയാൻ വയ്യ. എന്തായാലും ഏകദേശം ഞങ്ങളിപ്പം ഇവനെ രാത്രി റൂമിൽ തന്നെ കയറ്റി ഞങ്ങൾ കിടത്തിയിട്ട് രാവിലെ പുറത്ത് വിടുകയാണ് ചെയ്യുന്ന. കാര്യം മറ്റവൻ പോയാണക്കല്ലേ ഇവനും പോവും എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. അപ്പം മൃഗത്തിനെ സ്നേഹിക്കുന്നവരും അല്ലാതെ ഈ പക്ഷികളെ കാര്യങ്ങളെല്ലാം സ്നേഹിക്കുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്യണം. കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങളായിരിക്കും, ഞങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും നമ്മളെ കൂടെ ഇത് കണക്ക് കളിച്ച് ചിരിച്ചുമൊക്കെ നിൽക്കുന്ന ഒരു മൃഗമായാലും ആരായാലും നമുക്ക് വലിയ വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗേയ്സ്, ഞാൻ അവന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. നീ അവൻ്റെ കളി ചിരിയൊക്കെ കണ്ടോ? ഓക്കെ ഗേയ്സ്, അപ്പം അടുത്ത വീഡിയോ കാണാം.